എല്ലാരും കറക്റ്റ് കാര്യങ്ങൾ ചെയ്തോളാം അല്ലേ? ഗോവിന്ദനടുത്താ പറഞ്ഞേ. ഇനി എവിടെ കിടക്കും? പിന്നെ ടെൻഷൻ ആക്കരുത്. ഗോവിന്ദന്റെ അടുത്ത് എന്താ പറയാനുള്ള പറ. അയ്യോ അവിടെ എങ്ങനെ കിടക്കും? ലൂക്കയുടെ അമ്മ വീട്ടിൽ പോവാണ് ഗൈസ്. ഞാൻ പോയിട്ട് വരും. എന്നാ എന്താ ചാപ്പിയേ ഫോൺ എല്ലായിടത്തും ടാറ്റ പറഞ്ഞു. ബൈ ബൈ. ടാറ്റാ. ഇത് ക്രിസ്മസിന് മേടിച്ച ഡ്രസ് നൈസല്ലേ? എനിക്കറിയാം വിശല ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാം, കുഴപ്പമില്ല. ബൈ. ഞാൻ ഇൻസ്റ്റ കോണ്ടാക്ട് സ്നാപ്പിൽ വിളിക്കാം, റെഡിയാക്കാം. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. വിഷമല്ലേ? ഇവിടെ അല്ലടാ നീ കിടന്നേ. നീ ഒന്ന് പട്ടി എന്ന് വരും. ലുക്ക പോയിട്ട് അങ്ങനെ ലൂക്ക ലൂക്ക ലീവ് എടുത്ത് കുറച്ച് ദിവസത്തേക്ക്. നാളെ വരാം. 10 ദിവസം എടുക്കുമോ? അത് കേട്ടാ. ഓക്കെ എല്ലാരും നേട്ടം എടുക്ക. അവനോട്ടും പോയി ഗോവിന്ദേട്ടനെ നോക്കുന്ന പോയെന്നാ വിചാരിച്ച. പോട്ടെ ഞാൻ പോന്നു. ഓഹോ, ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിക്കുവല്ലേ? എനിക്കൂടെ ഗ്ലാസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഗ്ലാസ് അത് ബ്രോയ്ക്ക് പ്രായമായിട്ട് ബ്രോ തീരാറായി. ഒരു ദിവസം 2 കിലോ ഓടി. ബ്രോ ഇന്നലെ വല്ല കോഴിനെ പിടിച്ച് വീഴി. സൂപ്പർ സൂപ്പർ സാധനം ബ്രോ. ഇതിന് പറ. ഓ യു ബ്രോ ഇന്നത്തെ ന്യൂ ഇയർ ആണെന്ന് വിചാരിച്ച. ന്യൂ ഇയർ എങ്ങനെയുണ്ട് അഭിയെ? ഒന്ന് ഓണമെന്നല്ലേ? എന്റെ സമനപ്പാണ്. ഓവറായിട്ടുള്ളത് എന്റെ ഷെയർ ഞാൻ സമനപ്പിൽ തീർത്തു. അത് സത്യം കേട്ടോ. ഇത് കുടിച്ചപ്പോ തന്നെ വയറ് പറഞ്ഞു. ബ്രോ എന്താണ് ബ്രോ ഉറക്കപ്പിച്ചാണോ? ന്യൂ ഇയർ ബ്രോ എന്ത് ചില്ല അല്ലേ? ഞാൻ ഓക്കെ അല്ലേ? അയ്യോ അയ്യോ, കാക്കനാട് ഞങ്ങളങ്ങ് എടുത്തു. അതൊന്നും പറയല്ലേ. ഇവൻ ഫ്രണ്ടിൽ കൂടെ ഒറ്റ പോക്ക്. പോയി ഒരാളിങ്ങനെ ഒരാളിങ്ങനെ ഇല്ല. ഞാൻ ഇങ്ങനെ നിന്നാ മതി, തന്നെ കൊണ്ടുപോകും നമ്മളെ. പക്ഷെ എന്താ പറയാ, റീൽ ഇഷ്ടംപോലെ ഉണ്ട്. ഫോട്ടോ കൊച്ചി ഇൻഡോ അടിച്ചിട്ട് കാക്കനാട് ടിക്ക് ഫോട്ടോ വെച്ച് തിരക്കാന്ന് വെച്ചിട്ട് എല്ലാരും കാക്കനാട് വരാം. അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടൊക്കെ വന്നു. തൊട്ടടുത്തായോണ്ട് കാക്കനാട് വന്നപ്പോ പെട്ടുപോയല്ലേ? ഞങ്ങള് ഊബറിനെ പോയത് പേയ്മെന്റ് 3 മിനിറ്റ് വൈകുന്നുണ്ട്. ഇന്ന് കാലത്തെ പേയ്മെന്റ് ചെയ്തു. കാലത്ത് വിളിച്ചു മറ്റേ ഞാൻ കൺവിൻസ് ചെയ്തു. ചേട്ടാ ഭയങ്കര തിരക്ക്, ഇവിടെ എന്തായാലും കിട്ടില്ല ചേട്ടാ, ന്യൂ ഇയർ ആയില്ലേ, ഞാൻ ഒരു കാര്യം ചെയ്യാം, 300 രൂപയല്ല ഞാൻ നാളെ തരാം, ഞാൻ അയച്ചറാം എന്റെ പേര്. പറഞ്ഞോ
പൈസ ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഞാൻ ചെറുതായിട്ട് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ 5 മിനിറ്റ് കെഞ്ചിക്കൊണ്ടിരിക്കുക ചേട്ടാ, നാളെ എന്നിട്ട് ഇവൻ ഒറ്റ പോക്ക്, എന്നിട്ട് ഇവ കുറച്ചിട്ട് സെറ്റ് ആയിട്ട് നാളെ കൊടുക്കാൻ. ബ്രോ ഗെയിമറായിട്ട് കണ്ണൊക്കെ പോയി കേട്ടോ, ഇടയ്ക്കൊരു ഫേഷ്യലൊക്കെ പോയി ചെയ്യട്ടാ. സമയം 2 മണിയായി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഷമീർ പോവുകയാണ്. 2 ദിവസമായിട്ട് ഷമീർ ഉണ്ടായിരുന്നു. അപ്പൊ ഷമീറെ പോവാണോ? എന്തിനാണോ പോകുന്നത്? ഇവിടെ നിക്കടാ. ഷമീർ കോഴിക്കോട് നിന്നൊക്കെ വന്ന് ന്യൂ ഇയർ ആഘോഷിച്ച് 2 ദിവസം ഈ മതിലിന് പുറത്തിറങ്ങിയിട്ടില്ല. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. നമ്മള് മതിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. ഇറങ്ങാൻ പോവല്ലേ? ഇനി ചെന്നിട്ടാണ് പരിപാടികളെല്ലാം. കോളേജ് സ്റ്റാർട്ട് ചെയ്യണം ബ്രോ, പോണ്ടേ, പഠിക്കട്ടെ. ഉമ്മ വിളിച്ചിട്ട് ഇന്ന് വന്നില്ലെങ്കിൽ നീ വരണ്ട നായികേ. അതാണ് സത്യം. കൊച്ചിയില് ന്യൂ ഇയർ ആഘോഷിക്കാനാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നത്. ന്യൂ ഇയറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. പിന്നെ ചെക്കു എന്താ ഉച്ചക്ക് എന്തായിരുന്നു ഇന്ന്? കഴിച്ച് ഇന്ന് നല്ല ഉച്ചക്ക് നല്ല കിട്ടില്ല മീൻകറിയും നല്ല അടിപൊളി ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോകും. ഇനി എന്തൊരുക്കുമായിരുന്നു? നല്ല തേങ്ങ അരച്ച കേരാക്കറിയും നല്ല കിഴങ്ങ് കൂട്ടാനും ചീരത്തോരനും പാവയ്ക്ക അച്ചാറും. കപ്പ, നല്ല കപ്പ. ഈ കിടക്കുന്ന കണ്ടാ അറിയത്തില്ല, അടിച്ചു കയറ്റി കിടക്കുക. എത്ര മണി മുതൽ കയറിയെന്ന് ചോദിച്ചു നോക്കാം അവൻ്റെ അടുത്ത്. കിച്ചണിൽ കയറിയതാ. നീ കഴിച്ചോടാ? അതിന്റെ കഴിക്കാത്തത്? അബി അങ്ങനെ പറ. അബി തോർത്തോടുത്ത് ഇറങ്ങാത്ത എങ്ങനെ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയത്. ഇപ്പൊ നമ്മള് 2 മണിന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. 2 ഡേക്കുള്ള ഒരു കറിയാണ്. ഏറ്റവും വലിയ ചട്ടിയിലാണ് വെച്ച് വെച്ചിരിക്കുന്നത്. അവിടെ പോയി എടുത്ത് ചാടി സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഉരുളരുത്. എന്താണ് കേക്കു? എമർജൻസി കോള. സമയത്ത് എമർജൻസി വിളിക്കും. ബ്രോയ്ക്ക് ഫോണിനും ഡിഫക്റ്റാ. ഐഫോൺ 20 ഇത് ഇറങ്ങിയിട്ടില്ല. കുമാർ ഷമീർ പോവാന്ന്. ഇതിക്കുള്ള എങ്ങനെ നിനക്ക് പറഞ്ഞു തരാൻ പറ്റും? സങ്കടപ്പെട്ടൊക്കെ മടുത്ത് കഴിയില്ലാത്ത നമ്മൾ അംഗീകരിക്കുന്നില്ല. ആക്റ്റീവ് നോക്കുക. ക്യാമറ ഓണ. ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഓണായി കഴിഞ്ഞപ്പോ അടഞ്ഞ് ഈ പ്രാവശ്യം ഞാൻ ചോദിച്ചേടാ എന്തേലും പ്രശ്നമുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തു എന്തോ സീനുള്ളതാണ് തോന്നുന്നത്. സീരിയലുണ്ട്, നീ അല്ല, ഞാൻ സീരിയസ്ലി ഞാൻ എത്ര വട്ടമൊക്കെ ചോദിച്ചു. 4 വട്ടം ചോദിച്ചു ഇവന്റെ ഇരുത്തം, ഇവൻ ഭക്ഷണം കഴിക്കുന്നത്, ഇവ അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പറയണ്ടൊക്കെ അടുത്ത്. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവനത് എന്തോ ഉള്ളതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു വിഷമം. എന്ത് പറ്റിടാ? അവൻ എന്തോ ഒരു വിഷമം ഉണ്ടായിട്ട് വന്നതാ. ഇവിടെ അതിനേക്കാളും വിഷമമായി. എന്നാ വിഷമൊക്കെ മാറ്റി ഇവിടെ ന്യൂ ഇയർ ആശിക്കാൻ പറ്റും. ഇവിടെ ആരുമില്ല. ആദ്യമേ അത് ബാഡായി തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ ബാഡായി. അതല്ലേ ഇവൻ പോകുമ്പോ അവനെ ഇവിടെ കൊണ്ടുവരുന്നു. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം. ഒഴിവാക്കിയതാ. തുപ്പിന്റെ ബാക്കി കൊടുക്കി. എന്ത് നീ പോണ്ടേ? സമയമില്ല. കൊണ്ടുവിടണ ഞാൻ. അയ്യോ ബ്രോയ്ക്ക് ആ സമയത്ത് ബോധം ഉണ്ടായിരുന്ന? അത്രയും വരുമോ? അത്രയും വരുമോ? എടാ ഞാൻ പറയട്ടെ, ഞാൻ കൊണ്ടുപോയില്ല, വിളിച്ചു വരുത്തി. ഞാൻ ഇവ സർപ്രൈസ് ആയിട്ട് വിളിക്കണ 9-10 മണി അല്ലേ? സർപ്രൈസ് ആയിരുന്നു. ഇതിന്റെ ബാക്കി നമുക്ക് പൊളിക്കല്ലേ ആ പൊളിക്ക. ഇവന്റെ ഫോണിട്ടാണെങ്കിലും ഞങ്ങളാണെ ഫുഡെല്ലാം കഴിച്ച് തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പാവ ക്ഷമി വന്നു. വേണ്ടെന്ന് ഞാനിപ്പോ ചായ കുടിച്ചുള്ളൂ. സങ്കടമൊന്നും ഇല്ലായിരുന്നല്ലടാ. ഞാൻ 2 വട്ടം ചോദിച്ചു ഫുഡ് വേണമെന്ന്. പിന്നെ പഴവും വേറെ എന്തൊക്കെ എടുത്ത് കൊടുത്ത് ഞാന്
സമാധാനിപ്പിച്ച് മനസ്സിലായി, അവന് വിഷമം മനസ്സിലായി. 12 മണിയാവാറായപ്പോ വെളി ഇറങ്ങിയ കൊതു നല്ല രീതിയിൽ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ അവിടെ നിന്നിട്ട് ഞാൻ തന്നെ നീ പറഞ്ഞു, വിശ്വസിച്ചല്ലോടാ എന്നിട്ട് ഇവിടെ അവിടെ പോയി നിന്നില്ലേ കൊതുകടി എടാ, അവൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ഇവിടെ അല്ലേ? നമ്മളെ കഴിഞ്ഞ നേരം ചില്ലാക്കിയതാണ് ബ്രോ. ആ അതങ്ങ് അണച്ചവിടെ പല ആൾക്കാരും അവിടെ ഉണ്ട്. ആക്റ്റീവ് ബ്രോ ഒന്നാണഞ്ഞ്. അവന്റെ വിചാരം അവൻ ഫുഡ് കഴിക്കാത്തോണ്ടാണ് നന്നാവാത്തെന്ന, തടി വെക്കാത്തെന്ന. മനസ്സിരിപ്പ് നന്നായിട്ട് പുട്ടവും കൊഴുത്തിലും പോവാ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജക്ടങ്ങനെ ഇത്ര നന്നായിരിക്കണേ അത് പറയത്തില്ല. എന്താണ് പ്രശ്നം? കുഞ്ഞായ്മയൊക്കെ ഉള്ള ആള്. നോർമലി 1x ഫുഡ് കഴിച്ചാൽ തടി പിടിക്കും. ഈ കുടിത്തിരിമ്പുള്ളതുകൊണ്ട് അവന് പിടിക്കാതെ. ഇവൻ 100x ഫുഡ് കഴിക്കണം. അപ്പൊ അതായത് മേലില്ല, ഈ കുടിത്തിരിമ്പിന് മേലില്ല ഫുഡ്. ടാലി ആയിക്കോളൂ. രണ്ടുപേരുണ്ടല്ലോ, ഒരു നീ കെട്ടിക്കൊണ്ടുപോവാ. അത് ജക്കുവിനെയും ക്രിസിന് ഒരേ താളോ. ജക്കുവിനെ കണ്ട അങ്ങനെ പ്രായമൊന്നും പറയത്തില്ല, നല്ല രസമല്ലേ? 42. അല്ല നിങ്ങള് ജക്കുവിന്റെ ഡാൻസ് കണ്ടില്ലേ? നിങ്ങൾ കാണാം കേട്ടോ. ഈ കാണുന്ന ലുക്കിൽ പ്രായം പറയാ. ഇവനെ കണ്ട +2 പഠിക്കുന്നതൊക്കെ ഇരിക്കുന്നത്. എനിക്ക് പോടാ. ആ അത് മതി. ഞാൻ അത് കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചാൽ മതി. പിള്ളേർ അപ്പനെ അളിയാന്ന് വിളിക്കുന്നല്ലേ ഇപ്പൊ. ഞാൻ പിള്ളേരെന്ന് പറയരുതെന്ന് പറഞ്ഞില്ല. ബ്രോയാണ് അമ്മാവെന്ന് വിളിക്കില്ലെന്ന് എന്നോടൊന്ന് പറയുന്നത്. അല്ല, അവ അങ്ങനെ പറഞ്ഞതിന്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് സ്റ്റിൽ ചെയ്തിട്ട് മറ്റേ എഡിറ്റ് ഉണ്ടല്ലോ, ഈഗോ, മാൻ ഈഗോ. എപ്പോഴാ നീ പറയാത്തത്? അപ്പൊ ഇന്നിപ്പോ ജനുവരി 1 പോലുള്ള എല്ലാ ജാനുവരി 2. ഇനി പോലെ ഇയാളെ നിർത്താൻ പറയുന്നവരെയുള്ള എല്ലാ റീൽസും ഞാൻ അമ്മാവന് തന്നെ പറയുള്ളൂ. ഓക്കെ. അറിയാണ്ട് പറയും നമ്മള്. അല്ല, ഇത് നമ്മൾ പറയുന്നത് ബ്രോ അമ്മാവനാണ് ബ്രോ. നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടത്. ശരി. അപ്പൊ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ തോന്നുള്ളൂ. ക്രിസിനെ കണ്ട എന്നിട്ട് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങ് അഭിനയിക്കായിരുന്നല്ലോ. ഞാനിവിടെ വീട്ടിൽ വെച്ച് ആദ്യം ഒന്ന് പഠിച്ചത് ഇവിടെ തർക്കങ്ങളുടെ ഇടയിൽ കയറരുത്. എനിക്കൊന്നും കുറെ കിട്ടും. അഭിപ്രായം എവിടെയായാലും പറയണം. അഭിപ്രായം പറയാൻ പറ്റുന്നിട്ട് ലാസ്റ്റ് എല്ലാം കുറുതി കിട്ടുന്ന ആ അഭിപ്രായം പറയുമ്പോ അഭിപ്രായമായിട്ട് പറയണം. അല്ലാണ്ട് അപ്പടി കിട്ടും. അതെന്താ അപ്പടിച്ചിട്ട് അഭിപ്രായം അതിന്റെ ആജ്ഞാപിക്കുന്നു. സപ്പോർട്ട് അത് ഞാൻ നിൽക്കുന്നല്ല. ആ സപ്പോർട്ടിലാണ് തെക്കനെയും മൂക്കനെയും കണ്ട ആദ്യം തെക്കനെ തല്ലി കൊല്ലണമെന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തെക്ക അവനാ. തമിഴ്നാട് ബോർഡിൽ കിടക്കുന്ന ഇത് വലിയ പാടാട്ടാ. കടിച്ചമർത്ത് നല്ലൊരു എഡിറ്ററെ കിട്ടണേ. പോകാനുള്ള നിന്നെ 30-ാം തീയതി മുതൽ ഞാൻ വരണ്ട പോവാൻ പറഞ്ഞു. പോണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ ഇക്കയുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പോവാതെ. രണ്ടുപേര് പറഞ്ഞു ഫോൺ പോയിക്കോളെ. എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അവന്റെ അടുത്ത് ഇനി വരണ്ട. ഞാൻ മെസ്സേജ് അയച്ചാൽ നിനക്ക് സീരിയസ് ആയിട്ട് മനസ്സിലായില്ല. ഇമ്മാരിയുടെ ടൈപ്പ് കാണിക്കാനാണ് ഇങ്ങോട്ട് വരണ്ട. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ 27-ാം തീയതി വരാന്ന് പറഞ്ഞ് 28, 29, 30 എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കാര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു ചെറുക്ക് ഇവിടെ തിന്നാനും ഇല്ല, പഠിക്കാനും ഇല്ല. ലാപ്ടോപ്പും കൊണ്ട് ബാത്റൂമിനകത്ത് കഴിക്കുമ്പോ ലാപ്ടോപ്പും ഞാൻ ചോറൊക്കെ വാരി കൊടുക്കേണ്ടി വന്നു. അയ്യോ. അപ്പൊ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലേ? സോറി. അല്ല, നമ്മളെന്തിനാ ബ്ലോഗ് എടുത്തേ? ഇവൻ പോകുന്നില്ലേ? നീ പോകുന്നില്ലേ? നിനക്കൊന്ന് പൊക്കൂടെ? പോയാലും നിനക്ക് വരാം. അമ്മാവന്റെ ഡാൻസ് ഉണ്ട്. അമ്മാവന്റെയും കൊച്ചമ്മാവന്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. അമ്മാവനും കൊച്ചമ്മാനും കൂടി കുറെ റീൽസ് ഇറക്കും. ഇറക്കാം. ഞാൻ എന്താണ് ഒരു ട്രിബ്യൂട്ട് കൊടുത്തത് അല്ലേ? അണ്ണനെ ട്രിപ്പ് ഇട്ട് കൊടുത്താ? ട്രിബ്യൂട്ട് ക്ലാസ് പറയല്ലേ? നീങ്ക തമിഴാ മലയാളി തമിഴ് തെരിയും. എന്നടാ സിരിപ്പ്? സിറപ്പാ? സിറപ്പ് ഏത് കൊച്ചിന്റെ സിറപ്പാ? സിറപ്പ് ചിരി. ഓ സിരിപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ?
തിരുപ്പൂര് വന്നിട്ടേ അവിടെ പോയി തമിഴെടുത്ത് ഹിന്ദി പറഞ്ഞു അതെ ബൈ. നമുക്കറിയണ്ടേ അവിടന്ന് ഹിന്ദി ഹിന്ദി തെരിയാതെ അതാ പുള്ളി പറഞ്ഞ നിനക്ക് തമിഴ് അറിഞ്ഞൂടെ അയാളടുത്ത് പോയി കാര്യം പറയുന്ന പറഞ്ഞു അരെ ബായ് തമിഴ് കിട്ടായിരുന്നു ഇവന്റെ വായില് ഹിന്ദി അതാ ഹിന്ദിയും തമിഴിക്കറിയാം ഞാൻ ரொம்ப തമിഴ് പേസ് എന്നാ അറിയാതെ മിണ്ടാതിരിക്കും അതില്ല. അതില്ല മലയാളം ഹിന്ദി തമിഴ് എല്ലാം കൂടെ പറഞ്ഞ അങ്ങനെ പോയി തമിഴ് പറയുന്നത് ശരി, മലയാളം പറയുന്നത് തമിഴ്മാർക്ക് അത്യാവശ്യം ബ്രോ നിക്കർ നേരല്ലേ കൊച്ചു തമിഴ് കാണും. ആ ചെറിയ സെന്തമിഴ് കാണും. പാത്താലെ വന്ന് എന്താ ചെയ്യണം പാത്ത മുതൽ ഇതെന്ത് മത്സ്യകന്യ ഇരിക്കുന്നുണ്ട്. ഞാൻ അടുപ്പിച്ചിട്ട് താനേ ഇരിക്കുമ്പോ ഇങ്ങനെ ഇതുകൊണ്ട് പോകുന്ന എന്തിനാ? അയ്യോ അപ്പോളെ 3:51. 25 മിനിറ്റ് ആയിട്ട് നിന്നെ ഇവിടെ ഇരുത്തിയേക്കുവാ. ബൈ ടാറ്റ.